ഈ ഫേസിലെ ടാൻ ഒക്കെ മാറാനായിട്ട് ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഉലുവ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പോൾ ആ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ചുലുവയാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അതിലേക്ക് ഞാൻ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഓപ്ഷണലാണ്. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഈ ഉലുവ പാലിൽ കുതിർത്ത് വെച്ചിട്ട് അത് നമുക്ക് അരച്ചിട്ട് അതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ. കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ കൂടെ മുൾട്ടാനി മിട്ടി ഹണിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ബേണിംഗ് സെൻസേഷൻ അറിയത്തില്ല. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ഹാഫ് ആൻ അവർ നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. ഇത് ഫേസിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇനി ഇതിപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്താണ് കേട്ടോ ഇത് വൈപ്പ് ഓഫ് ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് വൈപ്പ് ഓഫ് ചെയ്യാൻ നല്ല പാടാണ്, കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടിഷ്യൂ പേപ്പർ വെച്ച് റിമൂവ് ആക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഇത് അധികം ഡ്രൈ ആവുന്നതിന് മുന്നേ ഇത് വാഷ് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനിത് നിങ്ങളുടെ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ ഫേസിന്. പിന്നെ ഏതൊരു ഫേസ് പാക്കും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഒരു വീക്കിൽ ഒരു 2 ടൈംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് ഫേസിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ മറക്കണ്ട. ഇതിപ്പോൾ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഷെയർ ചെയ്യണം.